ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ളോഗ് തന്നെയാണ്. അപ്പോൾ ഞാൻ 2 ദിവസത്തെ വ്ളോഗ് കൂട്ടിയിട്ടെടുത്ത ഒരു വ്ളോഗാണിത്. അപ്പോൾ എല്ലാതും എടുത്തിട്ടൊന്നുമില്ല, ചില കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പറ്റുന്നതൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇന്ന് എന്തൊക്കെ ചെയ്യാനെന്ന് എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. അതിന് ശേഷം നമുക്ക് സ്കൂളിലത്തെ നോട്ട്സ് ചെയ്താണ്ടായിരുന്നു മാത്സ്. അപ്പോൾ അത് ഞാനിപ്പോൾ നോക്കിയിട്ട് എഴുതാണ്. എനിക്ക് ഫ്രണ്ട് സെൻഡ് ചെയ്തിരുന്ന നോട്ട്സ് ഞാൻ നോക്കിയിട്ട് എഴുതാണ്. അപ്പോൾ നമുക്കിപ്പോൾ സ്കൂളിൽ എടുക്കുന്നുള്ളത് ഫസ്റ്റത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പറയുന്ന ചാപ്റ്ററാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ട്യൂഷനിൽ ഫസ്റ്റ് മെട്രിസസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിറ്റർമിനൻസ്, പിന്നെ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ആണ്. അത് ഈ മാസം തന്നെ എടുക്കും അങ്ങനെ. അപ്പോൾ ഡിറ്റർമിനൻസും മെട്രിസസൊക്കെ ചെറിയ ചാപ്റ്ററല്ല, അപ്പോൾ അതാണ് ഞങ്ങൾ ട്യൂഷനിൽ ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഈസി ചാപ്റ്ററാണ്. എന്നാൽ റിലേഷൻ ആൻഡ് ഫങ്ഷൻസൊക്കെ അത്യാവശ്യം നമുക്ക് മീൻസ് +1-ലത്തെ സെറ്റ്സൊക്കെ അത്യാവശ്യം അറിയണമല്ലോ അങ്ങനെ. അപ്പോൾ സ്കൂളിലിപ്പോൾ ഫസ്റ്റ് അതാണ് എടുക്കുന്നുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ പോൾ വീഡിയോസ് കണ്ടു പഠിച്ചിട്ടുണ്ട്. നോട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോൾ വീഡിയോ കണ്ടു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത് അന്ന് തന്നെ പഠിച്ചാൽ നമുക്ക് ഓർമ്മയില്ല, പിറ്റേ ദിവസം പഠിച്ചതാണെന്ന് നമുക്ക് ഓർമ്മയില്ല. നമുക്ക് മാത്സ് എല്ലാ ദിവസവും എഴുതാനുണ്ടാവാറുണ്ട് അങ്ങനെ. അപ്പം ഞാൻ അതിപ്പോൾ എഴുതുന്നു മാത്സ്. പിന്നെ അതുപോലെ നമുക്ക് അന്നത്തെ ദിവസം തന്നെ മാത്സിൻ്റെ എക്സാം ഉണ്ടായിരുന്നു, അതായത് മെട്രിസസിൻ്റെ. അപ്പോൾ ഞാനത് അന്നല്ല എഴുതിയിരുന്നത്, പിറ്റേ ദിവസമാണ്. അന്ന് ഞാനതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കിയതാണ്. ഫസ്റ്റ് DPPയിലത്തെല്ലാം എന്നിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ട്യൂഷനിൽ നിന്നുള്ള എക്സാമാണ്, ഓൺലൈനായിട്ടുള്ള. അപ്പം അതിലെനിക്ക് എത്ര 30-ൽ 21 മാർക്കുണ്ട്, കുറവാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി അതൊന്ന് നോക്കണം ആ ചാപ്റ്റർ. അത് ഈസി ചാപ്റ്ററാണ്. അപ്പോൾ ഒന്നും കൂടി എഴുതി നോക്കണം. അത് ഞാൻ പിറ്റേന്നാണ് എഴുതിയത്. അപ്പോൾ അത് നമുക്കിതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെന്താ, അതേപോലെ നിങ്ങളെ എൻട്രൻസിൻ്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ എന്തായാലും കുറേ ക്ലാസ്സസ് എനിക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ സൂപ്പർ കിങ്സ് 2.0 വന്നിട്ടുണ്ട് ഇപ്പോൾ ചേർന്ന ബാച്ചസിന് വേണ്ടിയിട്ട്. ബട്ട് ഫസ്റ്റ് ബാച്ചസിനോട് അത് കാണണ്ടെന്നാണ് പറയുന്നത്. കാരണം അതിൽ ഒരു ദിവസം തന്നെ 2 ക്ലാസ്സസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നുള്ളത്. എൻ്റെ മെൻറ്റർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ. അപ്പോൾ നമുക്ക് മെൻറ്റേഴ്സും ഉണ്ടാവും ബാച്ചിൽ. നമുക്ക് ഇപ്പോൾ എക്സാംസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനും മറ്റുള്ള എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞാൽ മതി. ആപ്പിലെല്ലാം പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫൈനലും മെൻറ്റേഴ്സ് ഒരു 1 മന്തൊക്കെ ആകുമ്പോൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചേർന്നിട്ട് 1 മന്ത് ആകുമ്പോൾ മെൻറ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സാമിൽ എഴുതുന്നുണ്ടോ, പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ അയച്ചിട്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതുവരെയും ഒരു ട്രാക്കിലൊന്നും എത്തിയിട്ടില്ല. മീൻസ് ഞാൻ ഷോർട്ട് നോട്ട്സ് പോലും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് തന്നെ ഇത്രയും മനസ്സിലായിട്ടില്ല. ഞാനിപ്പം ഡീറ്റെയിൽഡ് നോട്ടിൽ തന്നെയാണുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ പിന്നെയും ആൻസേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ DPP ഒക്കെ തരുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഒരു ആൻസർ കിട്ടുന്നില്ല, എല്ലാം മൈനസ് നെഗറ്റീവായിട്ട് പോകാമെന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡൊക്കെ ചെയ്യുമ്പോൾ മാർക്സ് എല്ലാം. അങ്ങനെയെല്ലാം ആകുമ്പോൾ കുറച്ച് ബാക്കാവുന്നു. എന്നാലും ഒന്നും കൂടി എല്ലാം ക്ലാസ്സെല്ലാം കറക്റ്റായതിന് ശേഷം ഒന്നും കൂടി എല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെയൊക്കെ വ്ളോഗ്സ് ഇടാം. ചില സമയങ്ങളിൽ കുറേ നോട്ട്സ് എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടാം. ഇപ്പോൾ കുറേ ദിവസമായല്ലേ വീഡിയോസ് എല്ലാം ഇടാത്ത അങ്ങനെ. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് നോക്കുന്ന വീഡിയോ ക്ലാസ്. അപ്പോൾ അത് പോൾ വീഡിയോസിലുണ്ടാകും ഞാൻ. അതായത് പോൾ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്സും ഇങ്ങനെ ചെറിയ വീഡിയോസ് ആയിട്ടുണ്ടാവാറാണ്. ചെറിയൊരു 5 മിനിറ്റ് 10 മിനിറ്റ് അത്രയേ ഉള്ളൂ. നമുക്ക് സ്കൂളിൽ ഇപ്പോൾ എക്സാമെല്ലാം ഉണ്ടാകുമ്പോൾ ഓരോരോ ചാപ്റ്ററിൻ്റെ ആയിട്ട് അങ്ങനെ എടുത്ത് കാണാൻ പറ്റും. നമ്മൾ ലൈവിലത് ആയിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നേ പോയിട്ട് ആ ക്ലാസ്സൊക്കെ കാണാം. അപ്പം അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോസ് പോയിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ. അതുപോലെ നിങ്ങൾക്ക് ലാബൊക്കെ തുടങ്ങിയോന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ലാബൊന്നും തുടങ്ങിയിട്ടില്ല, റെക്കോർഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് റെക്കോർഡ് ചെയ്തൊന്നും ഞാൻ കാണിക്കാത്തത്. നിങ്ങൾക്ക് റെക്കോർഡെല്ലാം കിട്ടിയോന്ന് കമൻറ്റ് ചെയ്യുക.
അതുപോലെ അപ്പോൾ അത്രയ്ക്കാണ്. അപ്പോൾ ഞാൻ മാത്സ് എഴുതിയിട്ട് പിന്നെ ഞാൻ പോയിട്ട് ക്ലാസ് കണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര മഴയൊക്കെ വന്നിട്ട് ഞാൻ കുറച്ച് സമയം പിന്നെ ക്ലാസ്സൊന്നും കണ്ടിട്ടൊന്നുമില്ല. മഴയും ഇടിയെല്ലാം വന്നിട്ട് ഞാൻ ഫോണൊക്കെ ഓഫാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചത്. Your day and ask you how it is. Why are you being cruel when we could have all this in the drive-through? Order my food. Let's stay up all night. Let's pretend we're alright in the drive. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് സുവോളജീൻ്റെ നോട്ട്സ് എഴുതാണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്രൂപ്പിൽ ടീച്ചർ നോട്ട്സ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയഗ്രാംസ് വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോട്ട്സ് എഴുതി, അതിന് ശേഷമാണ് ഞാൻ ഡയഗ്രാംസ് വരച്ചത്. അപ്പോൾ ഫസ്റ്റ് നോട്ട്സൊക്കെ എഴുതി എന്നിട്ട് പിന്നെ സ്പേസ് വിട്ടതാണ് ഡയഗ്രാംസിന്. അപ്പോൾ നമുക്ക് 3 ഡയഗ്രാംസ് വരയ്ക്കാനുണ്ടായിരുന്നു. സുവോളജിയിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റിപ്രൊഡക്ഷനാണ് ഇപ്പോൾ നമുക്ക് എടുക്കുന്നുള്ളത്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ നോട്ട്സാണ്. അപ്പോൾ നമ്മൾ ട്യൂഷനിൽ അത് ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡയഗ്രാംസ് 2 വരച്ചു. പിന്നെ പിന്നെ ഏകദേശം ഞാനെല്ലാം കഴിയുമ്പോഴേക്കും ഒരു ഉച്ച 3 മണിയൊക്കെ ആയി. അപ്പോൾ ഞാൻ പിറ്റത്തെ ദിവസമാണ് വരച്ചത്. അപ്പോൾ പിറ്റത്തെ ദിവസം മറ്റേ ഡയഗ്രാം ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്പീച്ചാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എംപവറിൻ്റെ. അപ്പോൾ അതും കൂടി എഴുതി. അപ്പോൾ അത്ര തന്നെയാണ് ഞാൻ ഇന്നത്തെ 2 ദിവസത്തെ വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ വ്ളോഗ്സ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ പിറ്റേ ദിവസം നോട്ട്സൊക്കെ എഴുതി. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.